السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഹമദ് ഹഫിളഹുല്ല അദ്ദേഹത്തിന്റെ റിസാലയായ മിൻ അഖ്താഇ സൗജാത്ത്. നമ്മൾ ഇതിനു മുമ്പ് മിൻ അഖ്താഇൽ അസ്വാജ് ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ഭാര്യമാരുടെ അബദ്ധങ്ങൾ എന്നുള്ളത് 6 കാര്യങ്ങൾ വരെ നാം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് 7ാമത്തെ കാര്യം മുതലാണ് തുടങ്ങുന്നത്. എന്നാൽ അതിനു മുമ്പ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞൊരു വിഷയമായിരുന്നു ഭർത്താവിന്റെ മാതാപിതാക്കളോട് ഉള്ള കടമകളിലുള്ള ശ്രദ്ധയില്ലായ്മ അല്ലെങ്കിൽ അപര്യാപ്തത എന്നുള്ളത്. അത് കേട്ടിട്ടായിരിക്കണം ഒരു സഹോദരി ചില ആളുകൾ മുഖേന എനിക്ക് ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു ഫത്വയുടെ ഒരു ഭാഗം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്ത് അയച്ചതാണ്. അവർക്ക് വേറെ ഏതൊരു സഹോദരി വേറെ ആരോ മുഖേന അങ്ങനെ അയച്ചതാണെന്ന് പറഞ്ഞു. അല്ല, വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മാനോടും ഉപ്പാനോടുമുള്ള കടമകൾ ചില ഭർത്താക്കന്മാർ ഭാര്യയുടെ മേലെ നിർബന്ധപൂർവം ചെയ്യിക്കാറും അത് ചെയ്തില്ലെങ്കിൽ ഭാര്യയെ കുറ്റപ്പെടുത്താറും എല്ലാം ഉണ്ട്. അത് ശരിയല്ല. കാരണം ഭർത്താവിന്റെ ഉമ്മാനോടും ഉപ്പായോടും ഒരു സ്ത്രീക്ക് എന്തില്ല, നിർബന്ധമായ ബാധ്യത ഇല്ല. നിർബന്ധമായിട്ടുള്ള ഫർളായിട്ടുള്ള ഒരു ബാധ്യത ഇല്ല. അതേസമയം ഉറഫ് അനുസരിച്ച് അഥവാ ഒരു നാടിന്റെ സാഹചര്യം അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഇഹ്സാൻ ചെയ്യുക എന്നുള്ളതാണുള്ളത്. ഈ ഒരു ചെറിയ ഭാഗമാണ് അയച്ചെന്നത്, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഒരു ഫത്വയുടെ അവസാനത്തെ ഒരു കഷ്ണമാണത്. അത് മാത്രമാണ് അയച്ചത്. അപ്പൊ ഞാനത് ഫത്വ മുഴുവൻ വായിച്ചു. ഷെയ്ഖിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാര്യ ഭർത്താവിന്റെ ഉമ്മാനെയും കുടുംബക്കാരെയും സഹോദരങ്ങളെയും എല്ലാം ആക്ഷേപിക്കുന്നുണ്ട്. ഈ സ്ത്രീയോട് ഷെയ്ഖിന് എന്താണ് ഉപദേശിക്കാനുള്ളത് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൽ ഷെയ്ഖ് ആദ്യം ഭർത്താവിന്റെ ഉമ്മാനോട് ഉപ്പാനോട് ഇഹ്സാൻ ചെയ്യണം, മഅറൂഫായ രീതിയിൽ ഭർത്താവിന്റെ തൃപ്തി നേടിത്തരും, അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നന്മ കൊണ്ടുവരും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നിന്ന് പ്രതിഫലം ലഭിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് അവസാനം ഇത് പറയുന്നത്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞതിൽ ഭർത്താവിന്റെ ഉമ്മാനോടും ഉപ്പാനോടുള്ള കടമ നിർബന്ധമാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി കേട്ടു നോക്കി. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, നിർബന്ധമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഭർത്താവിനോടുള്ള ബാധ്യതയുടെ ഒരു ഭാഗമായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് 2 രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ചില ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ഉപ്പ ഉമ്മ അവരെ നോക്കാത്തതിന്റെ പേരിൽ ഭാര്യയോടൊരു ദേഷ്യവും ഇതെല്ലാം ഉണ്ടാവാറുണ്ട്. ചില ഉദാഹരണത്തിന് തന്റെ ഭർത്താവിന്റെ ഉപ്പ രോഗിയായി കിടക്കുകയാണ്. അപ്പൊ നോക്കാൻ സ്വന്തം മക്കൾ ആരും നോക്കുന്നില്ല. ഈ സ്ത്രീ ആ ഭർത്താവിന്റെ ഉപ്പാനെ കുളിപ്പിക്കണം, പരിചരിക്കണം, മലമൂത്ര ഇതൊക്കെ വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ അതെന്താവൂല? അത് ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഒരു ന്യായവുമല്ല. അത് ആ ഭർത്താവും അല്ലെങ്കിൽ അതിലുള്ള പെൺമക്കൾക്കുമാണ് അതിൽ കൂടുതൽ ബാധ്യതയും കടമയുമുള്ളത്. ആ ഒരു മേഖലയിൽ ഭാര്യ അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഭാര്യയുടെ മേലെ നിർബന്ധിക്കേണ്ട ആവശ്യം പറ്റൂല. ആ ഭാര്യയോട് അതിന്റെ മേലൊന്നും പറ്റൂല. അതേസമയം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മാനോടും ഉപ്പാനോടും ഭർത്താവിനുള്ള കടമകളുണ്ട്. അതിന് സഹായിക്കുക, അത് ഭർത്താവിനോടുള്ള കടമയുടെ ഭാഗമായിട്ട് അത് ഏറ്റവും നല്ല നന്മ ചെയ്യുക. അത് ഒരു ഭർത്താവിന്റെ ഉമ്മയായിരിക്കണം എന്നൊന്നുമില്ല. ഏതൊരാളെയും നമ്മുടെ കഴിവിന്റെ പരമാവധി സഹായിച്ച സ്വഹാബാക്കളെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ആരും അറിയാതെ അവർ രോഗിയായിരുന്ന ആളുകളെ വൃത്തിയാക്കാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാനും പോയ സ്വഹാബാക്കൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ, ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ, അത് പൊതുവായിട്ടുള്ള നന്മയാണ്. അപ്പൊ നാം പറഞ്ഞതിന്റെ ചുരുക്കം, ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ ഉമ്മാനോടുള്ള ഉപ്പാനോടുള്ള കടമകൾ നിർബന്ധമല്ല. പക്ഷേ ഭർത്താവിനോടുള്ള കടമയുടെ ഭാഗമായിട്ട് അവര് കഴിവിന്റെ പരമാവധി ഉറഫനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇഹ്സാൻ ചെയ്യുക. അത് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഒരു സ്ത്രീ
ആ സ്ത്രീയുടെ മകന്റെ ഭാര്യ ആ സ്ത്രീയോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്റെ ഭർത്താവിന്റെ ഉമ്മാനോട് പെരുമാറുക. അതാണ് അത് ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് ഷെയ്ഖ് അവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ആ രീതിയിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. എന്നിരുന്നാലും നന്മ ചെയ്യുക എന്നുള്ളത് ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്നതും ഭർത്താവിന്റെ തൃപ്തി നേടിത്തരുന്നതുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഏഴാമത്തെ കാര്യം ഖില്ലത്തുൽ മുറാഅത്തി ലിമകാനത്തി സൗജി വവളഉഹു ലിജ്തിമാഇ. ഖില്ലത്തുൽ മുറാഅത്ത് അതായത് ഭർത്താവിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനങ്ങൾ അതിനെ മനസ്സിലാക്കുന്നതിൽ അതിനെ പരിഗണിക്കുന്നതിലുള്ള കുറവ്. അതായത് ചില ഭർത്താക്കന്മാർക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഇതുപോലെ ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമൂഹിക സേവനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭർത്താവ് ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ സ്ത്രീകൾ ഭാര്യമാർ ആ ഭർത്താവിന്റെ ആ സ്ഥാനത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ചിലപ്പോ ഭർത്താവ് അധിക സമയം ഇപ്പോ ഒരു തൊലബുൽ ഇൽം ദീന് പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വായനയും എഴുതുന്നതിന്റെയും ദർസ് ഒരുക്കുന്നതിന്റെയും അതുപോലെ ഒരുപാട് തിരക്കുകൾ ആ ഒരു ആൾക്കുണ്ടാവും. അതുപോലെ തന്നെ ഫോൺ വിളികൾ, എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ പുതിയ അറിവുകൾ ചോദിച്ച് സംശയങ്ങൾ ചോദിക്കാനൊക്കെ ഫോൺ കോളുകൾ വരും. അപ്പൊ ചില സ്ത്രീകൾ ഭർത്താവ് ഇതുപോലെയുള്ള ദീനീ പഠനത്തിന്റെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളെയും അല്ലെങ്കിൽ എന്ത് തിരക്കിലാണെങ്കിലും പ്രത്യേകിച്ച് ദീനീ രംഗത്ത് ആകുമ്പോ ചില സ്ത്രീകൾക്ക് തീരെ പറ്റില്ല. കാരണം ഭർത്താവ് എന്നോട് എന്നെ പരിഗണിക്കുന്നില്ല. അപ്പൊ ഇവിടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ദീനീ രംഗത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ദഅവത്തിന്റെ മേഖലയിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് കൂടുതൽ സമയം അതിൽ ചെലവഴിക്കേണ്ടി വരും. അത് ഭാര്യമാർ പ്രത്യേകം മനസ്സിലാക്കണം, അത് പരിഗണിക്കണം. എന്നിട്ട് താൻ ക്ഷമിക്കുന്നതിൽ തന്റെ ഈ ക്ഷമയിൽ അവർ പ്രതിഫലം പ്രതീക്ഷിക്കുകയും വേണം. കാരണം ആളുകൾ പലതരത്തിലായിരിക്കും. ഉദാഹരണത്തിന് ഒരു തൊലബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇൽമ് പഠിപ്പിച്ചെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ ആസ്വാദനം വായനയിലും പഠനത്തിലുമായിരിക്കും. ഒരു ആബിദാണെങ്കിൽ ഇബാദത്തിൽ മുഴുകുന്നവനാണെങ്കിൽ അവന് കുറച്ച് സമയം ഏകനായി നിന്ന് ഖുൽവത്തിൽ ഇബാദത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ ഇഷ്ടം. അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതാണെങ്കിൽ ആ സഹായിക്കാൻ ഇറങ്ങിച്ചെല്ലുന്നതിലായിരിക്കും അവന് ഏറ്റവും വലിയ ആസ്വാദനം. ഈ ആസ്വാദനത്തിനെ തങ്ങളുടെ ശഹവത്തിന് തങ്ങളുടെ ഒരു ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീകൾ തടയാൻ പാടില്ല. ഇതിനർത്ഥം ഭർത്താക്കന്മാർ പറ്റിയ ഭാര്യമാരെ ഒഴിവാക്കണമെന്നല്ല. അത് നമ്മൾ ഭർത്താക്കന്മാർ അബദ്ധങ്ങൾ പറഞ്ഞിരുന്നു. അവർക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാൻ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അതിനൊരു കാരണം ബോധിപ്പിക്കാനും ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. പക്ഷേ നാം പറയുന്നത് ഭാര്യമാരോട്, സ്ത്രീകളോട് അവർ ഭർത്താവിന്റെ സ്ഥാനം അവർക്ക് ഔദ്യോഗികമായിട്ട് സമൂഹത്തിലുള്ളത് അല്ലെങ്കിൽ ദീനീ രംഗത്ത് ദഅവത്തിന്റെ മേഖല, ഇബാദത്തിന്റെ മേഖലയിൽ, തൊലബുൽ ഇൽമിന്റെ മേഖലയിൽ അവർക്ക് താല്പര്യം അവരേതിലാണോ അതിന് എതിരായി നിൽക്കാതെ അവരെ കുറച്ച് പരിഗണിച്ച് അവരെ ബാക്കിയുള്ള രീതിയിൽ അവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും നിൽക്കുക എന്നുള്ളത്, അവരുടെ ക്ഷമയിൽ അവർ പ്രതിഫലം പ്രതീക്ഷിക്കുക എന്നുള്ളതും. ഇൻഷാ അല്ലാഹ് ഇനി എട്ടാമത്തേത് ഖില്ലത്തു ഇആനത്തി സൗജി അലൽ ബിർരി വത്തഖ്വ. ഭർത്താവിനെ പുണ്യത്തിലും തഖ്വയിലും സഹായിക്കുന്നതിലുള്ള കുറവ്. ഇത് നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്ന ഒരു വിഷയം കൂടിയാണ്. ചില സ്ത്രീകൾ ഭർത്താക്കന്മാർക്കൊരു ഫിത്നയായിട്ട് മാറും. ആ ഭർത്താവ് ചിലപ്പോ ഒരു ത്വാലിബായിരിക്കും, ഇൽമ് തേടുന്നു, ആ ത്വലബുൽ ഇൽമിന് തടസ്സമായി നിൽക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ദഅവത്തിന് ഇറങ്ങുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ നന്മ ചെയ്യാൻ ഇറങ്ങുന്ന ആളായിരിക്കും, അതിന് തടസ്സമായി നിൽക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ചില സ്ത്രീകൾ ചില ഭർത്താക്കന്മാർക്ക് ജീവിതത്തിലുണ്ടാവും. ഈ സ്ത്രീകൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു നയത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. മുഅ്മിനീങ്ങളെ വിളിച്ചു പറയാണ്, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹിജറയുടെ സമയത്ത് ഹിജറ പോവാൻ ചില ആളുകൾക്ക് തടസ്സമായത് തന്റെ കുടുംബം, ഭാര്യയും മക്കളുമായിരുന്നു. അങ്ങനെ ഹിജറ ചെയ്ത് മദീനയിലെത്തിയ സ്വഹാബാക്കൾ നേടിയ ഇൽമിന്റെയും അതുപോലെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളുടെയും കണ്ടിട്ട് ഈ ഹിജറ ചെയ്യാതെ പോയ ആളുകൾക്ക് ഭയങ്കര വിഷമവും ദേഷ്യം വന്നു. അങ്ങനെ ഭാര്യമാരെ അവരതിന്റെ പേരിൽ ഓരോ രീതിയിൽ ഓരോന്ന് പറയാനും അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ്. കാരണം അതൊരു ഭാഗമാണ്. അപ്പൊ നാം പറഞ്ഞു വരുന്നത്, നാം സ്ത്രീകളോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഭർത്താവിന്റെ അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ, അള്ളാഹുലേക്കുള്ള ക്ഷണത്തിൽ, നന്മയിലേക്കുള്ള അവരുടെ പരിശ്രമത്തിൽ ഇതിലൊരു തടസ്സമായി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. നിങ്ങൾ അവരെ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിൽ പരസ്പരം സഹായിക്കുക. അതുപോലെ പാപത്തിലും ശത്രുതയിലും വെറുപ്പിലും ഒന്നുമല്ല പരസ്പരം സഹായിക്കേണ്ടത്, നന്മയിൽ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു അനുഗ്രഹമാണ് തന്റെ ഭാര്യ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, തൊലബുൽ ഇൽമിന്റെയും ദഅവത്തിന്റെയും ഇബാദത്തിന്റെയും മേഖലയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ, തന്നെ സഹായിക്കാൻ. താൻ എന്തെങ്കിലും പഠിക്കുമ്പോൾ കുട്ടികൾ വരുമ്പോൾ ആ കുട്ടികളെ മാറ്റി നിർത്തി ഉപ്പ പഠിച്ചോട്ടെ, അല്ലെങ്കിൽ ആ രീതിയിൽ സഹായിക്കുന്ന, അല്ലെങ്കിൽ ദഅവത്തിന്റെ മേഖലയിൽ നിങ്ങൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇതാക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ ഇബാദത്തിന്റെ മേഖലയിൽ ഇന്നൊരു ദുആ, ഇന്നൊരു അമൽ നമുക്ക് തുടങ്ങിയാലോ, ആ രീതിയിൽ ഒരു സഹായിക്കുന്ന ഒരു ഭാര്യ, എന്ത് സന്തോഷമായിരിക്കും ഉണ്ടാവുക. പിന്നെ മലയാളത്തിലൊക്കെ പറയുന്ന പോലെ അറബിയിലും പറയും, ഏതൊരു പുരുഷന്റെയും, ഏതൊരു വിജയിച്ച പുരുഷന്റെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് ഭർത്താവിനെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈമാനികമായിട്ട്, ക്ഷമ കൊണ്ടും, ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടും, നല്ല നിർദ്ദേശങ്ങൾ കൊണ്ടും, നല്ല കാര്യങ്ങൾ കൊണ്ടുമൊക്കെ. ഇതിലേത് രീതിയിൽ നിൽക്കണമെന്നുള്ളത്, അതായത് ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടും സഹായിച്ചിട്ടും നിൽക്കണമോ, അതല്ല ഭർത്താവിനെ പല രീതിയിൽ അവരുടെ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് ഈ മേഖലയിൽ നിന്ന് തടഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ നിൽക്കണമോ എന്ന് നാം ഓരോരുത്തരാണ്, ഓരോ സ്ത്രീകളുമാണ് ചിന്തിക്കേണ്ടത്. അതിൽ ഒന്നാമത് പറഞ്ഞതുപോലെയാണെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രങ്ങൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരുപാട് സ്ത്രീകൾ വിശുദ്ധ ഖുർആനിലൂടെയും അതുപോലെ ഹദീസുകളുടെയെല്ലാം അതിൽ പ്രവാചകന്മാരുടെ ഭാര്യമാരാവട്ടെ, സ്വാലിഹത്തായ സ്ത്രീകളാവട്ടെ, അവർ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങളും അവർ നേടിയെടുത്ത കാര്യങ്ങളും നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. സ്ത്രീകൾ, ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഹാജറ ബീവി, നമ്മളെ ഒരു സ്ത്രീകൾക്ക് ഏറ്റവും വലിയ മാതൃകയാവേണ്ട കാര്യമാണ് ഹാജറ ബീവി. നമ്മൾ ആലോചിച്ചു നോക്കി, ഒരാളും താമസിക്കാത്ത, ഒരു മനുഷ്യനുമില്ലാത്ത, ഒരു പ്രത്യേകിച്ചൊരു കായ്ക്കനികളൊന്നും മുളയ്ക്കാത്ത ഒരു സ്ഥലത്ത് തന്നെയും തന്റെ പിഞ്ചു മകനെയും ഇട്ടിട്ട് പോകുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഹാജറ ബീവി വിളിച്ചു ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം അയ്ന തദ്ഹബു വതത്റുക്നാ ബിഹാദൽ വാദി അല്ലദീ ലാ അനീസ ഫീഹി വലാ ശൈ. ഇവിടെ ഒരു മനുഷ്യനും ഒന്നുമില്ലാത്ത ഈ ഒരു താഴ്വരയിൽ ഞങ്ങളെ ഇട്ടിട്ട് നിങ്ങൾ എങ്ങടാ പോണെന്ന് ചോദിക്കുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കുന്നില്ല, വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഹാജറ അലൈഹി ഇസ്ലാം ചോദിക്കുന്ന ചോദ്യം, അല്ലാഹു അമറക ബിഹാദ, അള്ളാഹു ആണോ നിങ്ങളെ ഇത് കൽപ്പിച്ചത്? നിങ്ങൾ അള്ളാഹു ആണ് കൽപ്പിച്ചത്? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു നഅം നഅം. അപ്പൊ ഹാജറ ബീവി പറയുന്നതാണ്, ഇദൻ ലാ യുളയ്യഅന, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടൂല, ഞങ്ങളെ പാഴാക്കി കളയൂല. ഇതായിരിക്കണം ഓരോ മുഅ്മിനത്തുകളുടെയും അവസ്ഥ. നമ്മൾ ചില ഭർത്താക്കന്മാർ ഒരു ഇശായിന് വീട്ടില് പിന്നെ ഒരാളില്ലാത്ത അവസ്ഥയിൽ മസ്ജിദിലേക്ക് പോകാൻ നിന്ന, പോകണ്ട എനിക്ക് പേടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു മസ്ജിദിൽ പോയി വരുന്ന അല്പസമയമെങ്കിലും ഒന്ന് ക്ഷമിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കും. വീടൊക്കെ അടച്ചു പൂട്ടിയിരുന്ന് ഒന്നിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാവൂല. അല്ലെങ്കിൽ ദീനി ദഅവത്തിനിറങ്ങുന്ന ഭർത്താക്കന്മാർ, തൊലബുൽ ഇൽമിനിറങ്ങുന്ന ഭർത്താക്കന്മാർ, അങ്ങനെ ഇബാദത്തിനിറങ്ങുന്ന ഭർത്താക്കന്മാർ, ഇവരെ അവരുടെ പല കാര്യങ്ങളെ കൊണ്ട് പിടിച്ചു നിർത്തുന്ന സ്ത്രീകളെയും ഹാജറ ബീവിയെയും സ്ത്രീകളൊന്ന് ആലോചിച്ചു വെക്കും, ഭാര്യമാരൊന്ന് ആലോചിച്ചു വെക്കും. അവള് ആ ഹാജറ ബീവിയുടെ നിലപാടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പൂർത്തീകരിക്കാനാണെങ്കിൽ ഇന്നും ഹാജറ ബീവിക്ക് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും ഒരു സ്ത്രീയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയില്ല. ഇത് ഓരോ സ്ത്രീയും മനസ്സിൽ കുറിച്ചിടണം. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഒന്നുമില്ല. നമ്മൾ ആരെങ്കിലും ആക്രമിക്കോ, കള്ളം വരുമോ, അങ്ങനെ വേറെന്തോ ആവട്ടെ, വല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രണത്തിലല്ലാതെ ദുനിയാവിലൊരു ഇല പോലും വീഴുന്നില്ല. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ ബീവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വഹ്യി ലഭിച്ച് പേടിച്ച് ഭയപ്പെട്ട്
ഓടി വരുന്നതാണ്. ഖദീജ ബീവിയുടെ അടുത്തേക്ക് എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് എനിക്ക് പേടിയാകുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി, ഞാൻ ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്ക് വളരെ പേടിയാവുന്നുണ്ട് എന്ന് ഒരു ഭർത്താവ് ഓടി വന്ന് ഭാര്യയോട് പറയുമ്പോ ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന വാക്കുകളുണ്ട്. ഒരു ഭർത്താവ്, ഇന്നത്തെ കാലത്ത് ഒരു ഭർത്താവ് എന്തെങ്കിലും ഒരു മാനസിക സംഘർഷമായി വരുമ്പോ ഒരു സ്ത്രീയിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. ഖദീജ ബീവി പറയുകയാണ്, കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദ, ഇല്ല, ഒരിക്കലുമില്ല, അല്ലാഹ് നിങ്ങളെ തരം താഴ്ത്തൂല, അല്ലാഹ് നിങ്ങളെ കൈവിടൂല. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം വതഖ്രിദ് ദൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തിരുന്ന, നിങ്ങൾ കുടുംബബന്ധം ചേർത്താറുണ്ട്, നിങ്ങൾ പാവങ്ങളെ സഹായിക്കാറുണ്ട്, ബുദ്ധിമുട്ടുകൾക്ക് എളുപ്പമാക്കി കൊടുക്കാറുണ്ട്, അതിഥികളെ സൽക്കരിക്കാറുണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾ അല്ലാഹ് ഒരിക്കലും കൈവിടൂല. സഹോദരിമാരെ, ഒരു ഭർത്താവ്, നിങ്ങളുടെ ഭർത്താവ് പുറത്തു പോയി എന്തെങ്കിലും മാനസികമായി എന്തെങ്കിലും ഒരു സംഘർഷത്തിലായി വരുമ്പോ നിങ്ങൾ അതെങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്ന് പറയുകയല്ല, ആ ഭർത്താവ് ചെയ്യുന്ന നന്മകളെ അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ ഗുണങ്ങളെ പറഞ്ഞുകൊണ്ട് ആ ഭർത്താവിനൊരു സമാധാനവും സന്തോഷവും നൽകുമ്പോ തീർച്ചയായിട്ടും ആ ഭർത്താവിന് നിങ്ങളോടുണ്ടാവുന്ന സ്നേഹം വളരെ വലുതായിരിക്കും, വളരെ വലുതായിരിക്കും. അപ്പൊ നാം പറഞ്ഞു വന്നത്, മതരംഗത്ത് പ്രത്യേകിച്ച് ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്ന, അത് അവരവരുടെ കഴിവനുസരിച്ച് ഏത് മേഖലയിലാണോ കഷ്ടപ്പെടുന്നത്, ആ ഭർത്താക്കന്മാരെ നിങ്ങൾ സഹായിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, അവരെ പിന്തുണയ്ക്കും. ജീവിതത്തിൽ എന്തൊക്കെ കുറച്ച് സഹിച്ചിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരോടൊപ്പം നിൽക്കും. ഇതിന്റെ അനന്തരഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി തരും. ഞാൻ സ്ത്രീകളെ അഭിസംബോധന ചെയ്തിട്ടാണ് പറയുന്നത്. സ്ത്രീകളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാര്യമാർക്ക് ഒരുപാട് ഗുണങ്ങൾ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അള്ളാഹുവിന്റെ സമാധാനം, അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും അള്ളാഹുവിന്റെ ഇഷ്ടവും, അങ്ങനെ ഓരോ കാര്യങ്ങളും അത് ഇവിടെ അവസാനിക്കുന്നില്ല, ഇവിടെ ദുനിയാവിൽ അവസാനിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഒരു മതിലിന്റെ സംഭവം പറയുന്നുണ്ട്. ആ മതിലിന്റെ ആ സംഭവം വിശദീകരിക്കുന്നിടത്ത് പിന്നീട് പറയുന്നുണ്ട്, വമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന അബൂഹുമാ സ്വാലിഹ. എന്തിനാണ് അത് നേരാക്കിയെന്ന് ചോദിക്കുമ്പോ ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അതിന്റെ താഴെ, ആ മതിലിന്റെ താഴെ നിധിയുണ്ട്, 2 യതീമായ കുട്ടികളുടെ. അത് മറ്റാരും എടുക്കാതെ അവർക്ക് അതിന് യോഗ്യത എത്തുമ്പോ അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ കാരണം പറയാണ്, കാന അബൂഹുമാ സ്വാലിഹ, അവരുടെ പിതാവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ 2 പേർ അവര് സ്വാലിഹ്യങ്ങളായിരുന്നു. നമ്മൾ ഇന്ന് അള്ളാഹുവിന് വേണ്ടി ദുനിയാവിൽ പണിയെടുത്ത് ജീവിച്ചാൽ അതിന്റെ അനന്തരഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് നമ്മുടെ സന്താനങ്ങളെ കാത്തുരക്ഷിക്കുന്നതിൽ വരെ അള്ളാഹു തആല നിലനിർത്തും. അവിടെയും നിൽക്കുന്നില്ല, നാളെ സ്വർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ഇവിടെ യഥാർത്ഥ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ഭാര്യയും ഭർത്താവും നാളെ പരലോകത്ത് സ്വർഗത്തിലും ഒരുമിച്ചായിരിക്കും എന്നുള്ളത്. അപ്പൊ സ്ത്രീകളോട് ഭർത്താവിനെ തഖ്വയുടെയും അതുപോലെ ദീനിന്റെ ഓരോ മേഖലയിലും ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കാൻ, കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണെങ്കിലും ക്ഷമിച്ചിട്ടാണെങ്കിലും ഭർത്താവിന് നമുക്കൊപ്പം ലഭിക്കുന്നതിൽ കുറച്ച് കുറവ് സംഭവിച്ചിട്ടാണെങ്കിലും അത് ക്ഷമിക്കാനും ആ ക്ഷമയിൽ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാനും നാം പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇനി 9ാമത്തേത് ഇർഹാഖുസ് സൗജി ബികസ്റതി ത്വലബാത്ത്. ഭർത്താവിനോട് ധാരാളമായ ആവശ്യങ്ങൾക്ക് നിർബന്ധിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടിക്കൽ, അതായത് കാര്യങ്ങൾ ഓരോന്നായിട്ട്. ചില സ്ത്രീകൾ ഒരു ഭർത്താവിനോട് എപ്പോഴും ഓരോ കാര്യങ്ങൾ, എനിക്കത് വേണം, ഇത് വേണം, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരിക്ക് ഇങ്ങനത്തെ സാധനമുണ്ട്, അല്ലെങ്കിൽ അയൽവാസിക്ക് പുതിയൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങനെ വന്നിട്ടുണ്ട്, അവളൊരു പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഭർത്താക്കന്മാർ. ഭർത്താവിന്റെ വരുമാനം എന്താണെന്നും ജോലി എന്താണെന്നും എത്രയുണ്ട് എന്നും ഒന്നും ചിന്തിക്കാതെ തന്റെ കൂട്ടുകാരികളുടെയും തന്റെ ചുറ്റുമുള്ളവരെയും തന്റെ കുടുംബക്കാരുടെയും അല്ലെങ്കിൽ തന്റെ സഹോദരിമാര് വിവാഹം കഴിച്ച അവർക്ക് ലഭിക്കുന്നതും പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി ബുദ്ധിമുട്ടുകയും നിർബന്ധിച്ചിട്ടും ഓരോ കാര്യങ്ങൾ, അത് വീട്ടുപകരണങ്ങളാവാം, വസ്ത്രങ്ങളാവാം, സ്വർണ്ണാഭരണങ്ങളാവാം, അങ്ങനെ എന്തുമാവാം, ചിലപ്പോൾ കുട്ടികളുടെ വസ്ത്രങ്ങളാവാം, എന്തുമാവാം. അതായത് ആ രീതിയിൽ ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകൾ രണ്ടാൽ ഒരു വിഷയത്തിലേക്ക് എത്തിക്കും. ഒന്ന്,
ഭർത്താവ് പ്രത്യേകിച്ച് ഒരു സാമ്പത്തികമായിട്ട് കൃത്യതയൊന്നും പുലർത്താത്ത ആളാണെങ്കിൽ ഭർത്താവിനെ വലിയൊരു കടബാധ്യതയിലേക്ക് ഭാര്യയുടെ ഈ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് ആ ഒരു അവസ്ഥയിൽ എത്തിക്കും. അതല്ല എങ്കിൽ ഭർത്താവിനെ കൂടുതൽ പിശുക്കനായിട്ട് കൂടുതൽ ഭാര്യ പറയുന്നു വാങ്ങിക്കൊടുക്കാതെ ഒന്ന് ശ്രദ്ധിച്ചു പോകുന്ന ഒരവസ്ഥ, അത് എന്തെത്തിക്കും? ഭാര്യയും ഭർത്താവും വഴക്കിനും അങ്ങനെ ഓരോ കാര്യത്തിനും എത്തിക്കും. സഹോദരിമാരെ, ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ഭയം കൊണ്ട് എന്റെ വിവാഹശേഷം എന്റെ ഭാര്യയ്ക്കുള്ള ചെലവ് കൊടുക്കേണ്ടി എങ്ങനെ വരുമെന്നുള്ള ഭയം കൊണ്ട് ഒരുപാട് യുവാക്കൾ വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്, വിവാഹം വൈകിപ്പിക്കുന്നുണ്ട്. അതായത് അവർക്കുള്ള കുറഞ്ഞ വരുമാനത്തിൽ ജീവിക്കാൻ ഒരു സ്ത്രീയെ കിട്ടില്ല, അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് അതിനനുസരിച്ചുള്ള വരുമാനമില്ല. ആ ഭയം കൊണ്ട് എത്രയോ ചെറുപ്പക്കാർ വിവാഹം വൈകിക്കുകയും അതുകൊണ്ട് മറ്റു പല രീതിയിൽ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതേ സമയം നാം ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ പറഞ്ഞതാണ്, ഭാര്യമാരുടെ മേൽ ചെലവഴിക്കൽ നിർബന്ധമാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, തന്റെ കുടുംബത്തിന്റെ മേൽ ചെലവഴിക്കുക എന്നുള്ളത്. അത് ആ ചെലവഴിക്കുന്നില്ലെങ്കിൽ എന്താണ്? ഭർത്താവിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ അബൂ സുഫിയാനിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ ഹദീസൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുവരെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ നാം പറഞ്ഞതിന്റെ മൊത്തം തുക ഭാര്യമാരോട്, സഹോദരിമാരോട് നിങ്ങളുടെ ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാത്ത, അല്ലെങ്കിൽ ആ ഭർത്താവിനെ കൂടുതൽ ഒരു ഭാരമായി മാറാതെ ഖനാഅത്തോടുകൂടി, അഥവാ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ ആ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ തയ്യാറാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം വളരെയധികം ബുദ്ധിമുട്ടായി മാറുന്ന അവസ്ഥ ഉണ്ടാവും. ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം, എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാൻ, ഒരു പുതിയൊരു വീടിരിക്കുമ്പോ അവിടെ എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബത്തിൽ ആരെങ്കിലും ജനിച്ചാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. നാട്ടിലെ ഓരോ സമ്പ്രദായങ്ങളാണ്, സ്വർണ്ണാവും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ. ചിലപ്പോൾ ഭർത്താവിന്റെ കയ്യിൽ ഒരു ക്യാഷ് ഉണ്ടാവില്ല, ഭർത്താവ് സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കത്തിലായിരിക്കും. പക്ഷെ ഭാര്യ ഇത് ആവശ്യപ്പെട്ട്, കാരണം നാണക്കേടാണ്. എന്റെ സഹോദരി ഇത്ര കൊടുത്തു, എന്റെ അനിയത്തി ഇത്ര കൊടുത്തു, അവർക്ക് അപ്പൊ ഞാൻ കൊടുത്തില്ലെങ്കിൽ മോശമാണ്, ഞാൻ ഇത് വാങ്ങിക്കൊടുക്കണം, അവിടെ ഇത് വാങ്ങിക്കൊടുക്കണം. ഭർത്താവിന് വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് അതിനുള്ള ഇതില്ല എങ്കിൽ ഏറ്റവും നല്ലത് ഷെയ്ഖ് ഇതിൽ പറയുന്നത് കലിമത്തി ത്വയ്യിബ, നല്ല വാക്കുകൾ പറയുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അത് ഒരു പക്ഷേ നമ്മൾ ഇന്ന സാധനം കൊടുത്തു എന്നുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഫഖർ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഉജ്ബ് അതിനേക്കാൾ വലുതായിരിക്കും. നമ്മളൊരു സാധനം കൊടുത്തു, അതിന്റെ മേലെ നമുക്ക് മഞ്ഞുവല്ലാതെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിലെന്തെങ്കിലും ഒരു തോന്നിക്കൊണ്ട് ആമല് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നമ്മുടെ ദുആ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിത് കൊടുക്കുന്നത് അധിക സ്ത്രീകളും നമുക്കൊരു നാണക്കേടാവരുത്, എന്നെക്കുറിച്ചൊരു മോശം വിചാരിക്കരുത്, ആളുകൾക്ക് എന്താ തോന്നുക എന്നുള്ളൊരു ചിന്തയിലായിരിക്കും. നാം മനസ്സിലാക്കേണ്ടത്, ആളുകളുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള ഇഷ്ടമുണ്ടാക്കുന്നതും നമ്മളോടുള്ള വെറുപ്പുണ്ടാക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമുക്ക് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ച് നിർബന്ധിച്ച് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ ഏറ്റവും വലിയ സമ്മാനം കൊടുത്തവനേക്കാൾ ഇഷ്ടം നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖൽബിൽ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ബിഇദ്നില്ലാഹ്. അതുകൊണ്ട് കാര്യങ്ങൾ അള്ളാഹുമായി ബന്ധിപ്പിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലയും നാം പഠിക്കാൻ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. പത്താമത്തേത് ഇഖ്ലാഖു സൗജി ബികസ്റത്തിൽ ഇർതിബാതാത്ത്, ഭർത്താവിനെ അസ്വസ്ഥമാക്കുക. എന്ത്? കുറെ യാത്രകൾ, കുറെ സന്ദർശനങ്ങൾ പറഞ്ഞ്, അതായത് അങ്ങോട്ട് പോകണം, ഇന്ന സ്ഥലത്ത് പോകണം, എന്റെ കൂട്ടുകാരുടെ അടുത്ത് പോകണം, എന്റെ കുടുംബക്കാരടുത്ത് പോകണം, അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ പുതിയ വീട്ടിലിരിക്കുന്നുണ്ട്, അവിടെ പുതിയൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. അങ്ങനെ സാധാരണ കാണുന്ന ഭർത്താവിനൊപ്പം എങ്ങനെയും പോകണം, അങ്ങോട്ട് പോകണം ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ ആദ്യം പറയട്ടെ, ഭർത്താവ് ഭാര്യയുടെ വീട്ടുകാര് അല്ലെങ്കിൽ ആരെങ്കിലും രോഗി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും സന്ദർഭത്തിൽ കൊണ്ടുപോകണം. പക്ഷെ ഇത് ധാരാളമായിട്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഭർത്താവിനെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് ഭർത്താവിനെ അസ്വസ്ഥമാക്കുന്ന ഒരവസ്ഥ ഒരുപാട് കുടുംബങ്ങളിൽ കാണാൻ സാധിക്കും. ചില ഭാര്യമാർ അവർക്ക് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഇന്ന കൂട്ടുകാരി അവിടെ ഉണ്ട്, ഇന്ന കൂട്ടുകാരുടെ കല്യാണം വേറെ ഏതോ സ്ഥലത്തുണ്ട്, അവർക്ക് എന്തായാലും പോകണം. ഇനി ഇതൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലോ, എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഭർത്താവിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പേരിൽ കുടുംബത്തിൽ മക്കളെ നോക്കൂല, ഭർത്താവിനോട് ചെയ്യേണ്ട കടമകൾ ചെയ്യൂല, ഭർത്താവിനെ മുഷിപ്പിക്കുന്ന, ഭർത്താവിനോട് പിണങ്ങുന്ന, ഭർത്താവിനോട് മിണ്ടാതിരിക്കുന്ന
അങ്ങനെയുള്ള സ്ത്രീകൾ, സഹോദരിമാരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഭർത്താവിനോടുള്ള കടമകൾ എന്താണെന്നും മക്കളോടും കുടുംബത്തിനോടുള്ള ബാധ്യതകളും കടമകൾ എന്താണെന്ന് നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അത് ഓർക്കുക. അതേസമയം ഭർത്താക്കന്മാർ ആവശ്യമായ രീതിയിൽ ഭാര്യ കുടുംബത്തിൽ രോഗി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൊണ്ടുപോവുകയും ചെയ്യണമെന്നുള്ളത്. ഇനി 11ാമത്തെ അന്നുശൂസു വതമറുദു അല സൗജ്, ഭർത്താവിനോടുള്ള അനുസരണക്കേടും അതുപോലെ ഭർത്താവിനെ ധിക്കരിക്കുന്ന അതുപോലെയുള്ള അവസ്ഥകൾ. അന്നുഷൂസ് എന്ന് പറഞ്ഞാൽ അൽ ഇർത്തിഫാ എന്നാണ് അർത്ഥം, ഉയരുക എന്നുള്ളത്. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭർത്താവിനേക്കാൾ ഉയരുന്ന അവസ്ഥ, ഭർത്താവിനെ അനുസരിക്കാതിരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ തമറുദ്, അതേ ഒരു ആശയത്തിൽ വരുന്നത്. ഇത് പല രീതിയിൽ കാണാം, പല രീതിയിൽ. ഭർത്താവിനോടുള്ള അനുസരണക്കേടും ഭർത്താവിനോട് ധിക്കാരും പല രീതിയിൽ കാണാം. ഷെയ്ഖ് ഇവിടെ ഓരോന്ന് എണ്ണി പറയുകയും പിന്നീട് ഓരോന്ന് വിശദീകരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ആ ധിക്കാരത്തിൽ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുക എന്നുള്ളത്, ഭർത്താവിനെ അനുസരിക്കാതിരിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേലുള്ള ഖവാമത്ത്, അല്ലാഹു തആല വെച്ചിട്ടുള്ള അർരിജാലു ഖവ്വാമൂന അല നിസാ, ആ സ്ഥാനം ഭർത്താക്കന്മാർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. സഹോദരിമാരെ, ഇതിന്റെ വിഷയത്തിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ നാം സൂചിപ്പിക്കുകയാണ്. ഇന്ന് കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു അപകടം, ഇന്ന് ജീവിക്കുന്നവരിലും വരുന്ന ഒരു സമൂഹത്തിലും ഇപ്പൊ വളർന്നു വരുന്ന കൗമാരപ്രായക്കാരിലും അതുപോലെയുള്ള പെൺകുട്ടികളിലും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് പുരുഷന് സ്ത്രീയേക്കാൾ സ്ഥാനം കൂടുതലാണ് എന്നുള്ളത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്, പല കാരണങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു മുഅ്മിനത്ത് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹു ഖാലിഖാണ്, ആ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതാണെങ്കിൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച നിയമമാണ്. നാം എപ്പോഴും പറയാറുണ്ട്, നാം സ്ത്രീയായി ജനിച്ചതോ നാം പുരുഷനായി ജനിക്കുന്നോ നമ്മുടെ തീരുമാനപ്രകാരമല്ല. നാം എന്തായി ജനിച്ചു എന്നുള്ളതും ആ ജനിച്ച ആ നിയമങ്ങൾ, അതായത് പുരുഷന്റെ മേലെയുള്ള നിയമങ്ങൾ, സ്ത്രീയുടെ മേലെയുള്ള നിയമങ്ങൾ, അത് എന്താണ് എന്നുള്ളതും അത് അംഗീകരിക്കലാണ് നമ്മുടെ ജോലി, അത് അംഗീകരിക്കലാണ് ജോലി. ഇവിടെ ഇന്ന് കാലത്ത് വളർന്നു വരുന്ന ഫെമിനിസം പോലെ സ്ത്രീ സമത്വം, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീ ഒന്നാണ്, അല്ലെങ്കിൽ സ്ത്രീ അതിനേക്കാൾ മുകളിലാണ്, അങ്ങനെ വാദിക്കുന്ന ആളുകൾ ഇപ്പൊ ലോകാടിസ്ഥാനത്തിൽ നമുക്ക് കാണാം. ഇസ്ലാമിക് ഫെമിനിസം എന്നുള്ള പേരിൽ വരെ മുസ്ലിങ്ങൾക്കിടയിൽ വരെ ഇതുപോലുള്ള ചിന്താഗതികൾ വളർന്നു വരുന്നുണ്ട്. വലിയ അപകടമാണ്. നിരീശ്വരവാദത്തിന്റെ ഒരു അനിയത്തിയായിട്ട് വരും ഫെമിനിസം എന്ന് പറഞ്ഞാൽ. ഫെമിനിസ്റ്റ് ആയിട്ട് ചിന്താഗതി വളരുന്ന ഏതൊരാൾക്കും കുഫറിലെത്താതിരിക്കാൻ പറ്റൂല. കാരണം അല്ലാഹു തആല ലൈസ ദക്കറു കലുൻസ അർരിജാലു ഖവ്വാമൂന അല നിസാ, ആണും പെണ്ണും ഒരുപോലെയല്ല, പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ സ്ഥാനം. ഇത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിഷേധിക്കാതെ എങ്ങനെയാണ് ഒരു സ്ത്രീക്കാവാൻ സാധിക്കുക? പിന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ, ഞാൻ എന്റെ മാതാപിതാക്കളോട്, ഇത് കേൾക്കുന്ന മാതാപിതാക്കളോട് പ്രത്യേകം പറയട്ടെ, നമ്മുടെ പെൺകുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം സ്ത്രീക്ക് പുരുഷനേക്കാൾ താഴെയാണ് സ്ഥാനം എന്നുള്ളത്. ഇവിടെ വലിയൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ ഭൗതിക വിദ്യാഭ്യാസം നേടുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം, ആ ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ നൽകുമ്പോൾ അത് പിന്നെ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ആ നൽകുമ്പോൾ അത് സ്വന്തം കാലിൽ നിൽക്കാൻ, ഒരു വരുമാനത്തിന്, ഒരു ജോലിക്കാണ് നീ പഠിക്കുന്നത് എന്ന് നീ പഠിപ്പിച്ച് അവർ വളർന്നാൽ അവർക്കൊരു പുരുഷന്റെ കീഴിൽ ജീവിക്കാൻ പറ്റൂല. കാരണം അവർക്ക് സ്വന്തമായി വരുമാനമുണ്ട്, സ്വന്തമായി അതിനുവേണ്ടി എനിക്ക് ജോലിയുണ്ട്. അവർക്ക് പിന്നെ പുരുഷന്റെ കീഴിൽ ജീവിക്കുക, പുരുഷനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഉൾക്കൊള്ളാനേ പറ്റൂല. മറ്റൊരു മേഖല, ചില കുടുംബങ്ങളിൽ കാണുന്ന ഒരു അപകടം, ചില ഉമ്മമാര് ഭർത്താവിന്റെ കയ്യിൽ ചിലപ്പോ ആവശ്യത്തിന് ചെലവിന് ലഭിച്ചിട്ടുണ്ടാവില്ല, ഭർത്താവിന്റെ കുറവുകൾ വേറെ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുണ്ടാവും. ഈ ഉമ്മമാര് പെൺകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഞാന് ശമ്പളമില്ലാത്ത ജോലിക്കാരിയാണല്ലോ, ഭർത്താവ്, ഞാൻ അങ്ങനെ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ ഭർത്താവിന്റെ ഇങ്ങനെ കൈ നീട്ടേണ്ട അവസ്ഥ വരുന്നത്, ഭർത്താവ് കൊണ്ടുവന്നതിന് തിന്നാൻ വരുന്നത്, സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് കേട്ട് വളരുന്ന പെൺകുട്ടികൾ അവർക്ക് സ്വന്തമായി വരുമാനം വേണമെന്നും എന്നുള്ള രീതിയിലാണ് വളരുക. സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തേത് അള്ളാഹുവാണ് ഇലാഹ് എന്നും ആ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കണം എന്നുള്ള ബോധം വേണം. അതിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ ഇതുപോലെയുള്ള ചിന്താഗതികൾക്ക് പോയി പിന്നീട് നിരീശ്വരവാദത്തിൽ എത്തുള്ളൂ. ഇതിന്റെ വരും കാലത്തെ അപകടം, സ്ത്രീകൾക്ക് ജോലിയിലേക്ക് കൂടുതൽ ഇറങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് തന്നെ വർദ്ധിച്ചു വരുന്നത്, വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അവർ തൊലാക്കാവും. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും
ഓരോ മനുഷ്യനും, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ശരീരത്തിലുള്ള വികാരം അത് അല്ലാഹു തആല വെച്ചതാണ്. അത് പൂർത്തീകരിക്കാൻ അവരെന്തെങ്കിലും വഴി കണ്ടെത്തും. അത് വ്യഭിചാരത്തിലേക്കെത്തും, അതല്ലെങ്കിൽ സ്വർഗരതിയിലേക്കെത്തും. സ്ത്രീകളുടെ ഇടയിലുള്ളത് ഇന്ന് കണ്ടു വളർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. പുരുഷന്മാരെ വേണ്ട. അപ്പൊ അത് എത്ര വലിയ അപകടത്തിലേക്കാണ് ലോകം പോകുന്നത്, എത്ര വലിയ അപകടത്തിലേക്കാണ്. നാം പറഞ്ഞു വന്നത്, മാതാപിതാക്കൾ വളർന്നു വരുന്ന പെൺകുട്ടികളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കണം. സ്ത്രീകൾ മനസ്സിലാക്കണം, സ്ത്രീകൾ മനസ്സിലാക്കണം. അതിന് ദീനി വശമല്ലാതെ തന്നെ എല്ലാം ശാസ്ത്രപരമായിട്ട് അംഗീകരിക്കുന്നവർ തന്നെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും സ്ത്രീ പുരുഷനേക്കാൾ താഴെയാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട തത്വമാണ്. ദീനോണ്ട് മാത്രം ഇസ്ലാമിന്റെ മേലെ കയറേണ്ട ആവശ്യമില്ല, പൊതുവായിട്ട് തന്നെ ഇത് അംഗീകരിക്കപ്പെട്ടതാണ്. നാം ഈ വിഷയത്തിൽ ഇത് പറയാനുള്ള കാരണം, ഈ ഒരു ചിന്ത വളർന്നു വരുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് ഏത് പെൺകുട്ടിയാണ് ഒരു വിദ്യാഭ്യാസത്തിൽ നേടാത്തത്? വളരെ ചുരുക്കം പേർ. ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടാത്ത ഏത് പെൺകുട്ടിയാണ് ഉണ്ടാവുക? വളരെ വിരളമായിട്ടേ ഉണ്ടാവുള്ളൂ മുസ്ലിം സമൂഹത്തിൽ. അപ്പൊ ഈ പെൺകുട്ടികളുടെ മാനസികാവസ്ഥ ഈ ചിന്താഗതിയാണ്. ഒരു ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് തയ്യാറാവാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇത് കേൾക്കുന്ന പെൺകുട്ടികൾ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. നിങ്ങൾക്കൊരു റബ്ബുണ്ട്, നാളെ മരണമുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിലല്ല നാം സ്ത്രീയാകുന്നതും പുരുഷനാകുന്നതും. അതുകൊണ്ട് ആ റബ്ബിന്റെ നിയമങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെ നാം പറയുന്ന വിഷയം അന്നുജൂസ് വത്തമറുത്ത്, ഭർത്താവിനോടുള്ള അനുസരണക്കേടും ധിക്കാരും. അതിന്റെ പല ഇനങ്ങൾ ഷെയ്ഖ് എണ്ണുന്നുണ്ട്. ഒന്നാമത്തേത് അൽ-ഇംതിനാഉ അല സൗജി ഇദാ ദഅ ഇലൽ ഫിറാഷ്, തന്റെ കിടപ്പറയിലേക്ക് ഭർത്താവ് ക്ഷണിച്ചാൽ ചെല്ലാതിരിക്കുക, അത് തടയുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിച്ചു വരുന്നത്. രണ്ടാമത്തേത് ഖിയാനതുഹാ ലിസ്സൗജി ഫീ നഫ്സിഹാ, സ്വന്തം ഭർത്താവിനെ ചതിക്കുക സ്വന്തം കാര്യത്തിൽ, അഥവാ മറ്റൊരു അജ്നബി ആയിട്ടുള്ള മറ്റൊരു പുരുഷനുമായിട്ടുള്ള ബന്ധം. അതൊന്ന് കാലത്ത് വളരെ വലിയ അപകടമാണ്. ഓൺലൈൻ, പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ഭർത്താവ് ഉണ്ടായിരിക്കും, എന്നാലും മറ്റുള്ള പുരുഷന്മാരുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ, അത് പിന്നെ ഭർത്താവിനുള്ള അനുസരണക്കേട് വഞ്ചനയുമാണ്. മൂന്നാമത്തേത് ഇദ്ഖാലു മൻ ലാ യർള സൗജ് ഇദ്ഖാലുഹു ഇലാ ബൈതിഹി സവാഅൻ ബിഹുദൂരിഹി ഔ ഗൈബതിഹി, ഭർത്താവ് തൃപ്തിപ്പെടാത്ത ആളെ ഭർത്താവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കൽ, അത് ഭർത്താവ് ഉള്ളപ്പോഴാവട്ടെ ഇല്ലാത്തപ്പോഴാവട്ടെ അത് കടത്തൽ. ഇതൊക്കെ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. നാലാമത്തേത് തഖ്സീറുഹാ ഫി ഖിദ്മതി, ഭർത്താവിനോട് ചെയ്യുന്ന ഖിദ്മത്തിലുള്ള കുറവ്. അതുപോലെ തുലാഇബുഹാ ഫി അംവാലി, ഭർത്താവിന്റെ സമ്പത്ത് കൊണ്ട് കളിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെലവായിട്ട്. ഇദാ ബിസയ്യിൽ ഖൗൽ, പിന്നെ ഭർത്താവിനെ ആക്ഷേപിച്ച് മോശപ്പെട്ട വർത്താനം ഭർത്താവിനോട് പറയൽ. അതുപോലെ ഖുറൂജിഹാ മിൻ ബൈതിഹി ബിഗൈരി ഇദ്നി, ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവസ്ഥ. അതുപോലെ ഇഫ്ശാഉ സിർ, തന്റെ കുടുംബത്തിലെ രഹസ്യങ്ങൾ, കിടപ്പറയിലെ രഹസ്യങ്ങൾ അത് പരസ്യമാക്കുക എന്നുള്ളത്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ഓരോ വിഷയങ്ങളായിട്ട് ഓരോന്നിന്റെയും ദലീലുകളും അതിന്റെ അവസ്ഥകളും നമ്മൾ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് നുഷൂസ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കാതിരിക്കലാണ്. ഭർത്താവിനെ അനുസരിക്കാതിരിക്കൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഭർത്താവിനോട് നല്ല രീതിയിൽ നിൽക്കുക. ഭർത്താവിൽ നിന്നുള്ള ഹക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മാന്യമായ രീതിയിൽ അത് ചോദിക്കാനും ആ അവകാശം നേടിയെടുക്കാനും ഭാര്യയ്ക്ക് യോഗ്യതയുണ്ട്, അവകാശമുണ്ട് ദീനിൽ. അതല്ല ഭർത്താവ് നല്ലൊരു വ്യക്തിയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ അനുസരണവും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് രണ്ട് ഹദീസുകളുണ്ട്. ഇവിടെ നാം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനം എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും എല്ലാം കുടുംബജീവിതത്തിലാവട്ടെ എല്ലാത്തിന്റെയും അടിസ്ഥാനം അള്ളാഹുവിന്റെ ഹുദൂദുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. റബ്ബുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരവും ആ ബന്ധത്തിലുള്ള വീഴ്ചയാണ് എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ കേൾക്കേണ്ട ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല ലാ തുഅദി ഇംറഅത്തുൻ സൗജഹാ ഫിദ്ദുനിയ ഇല്ലാ ഖാലത് സൗജതുഹു മിനൽ ഹൂറിൽ ഐൻ, ഒരു ഭാര്യയുമില്ല, ഒരു പെണ്ണുമില്ല, ഭർത്താവിനെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഹൗറിലീങ്ങളിൽപ്പെട്ട ഒരു ഹൗറിലീങ്ങളിൽപ്പെട്ട ഒരു ഭാര്യ, അഥവാ ഈ ഭർത്താവിന് സ്വർഗത്തിൽ ലഭിക്കുന്ന ഭാര്യ പറയാതെ എന്താ പറയാ, ലാ തുഅദീഹി ഖാതലക അല്ലാഹ്, അവനെ ബുദ്ധിമുട്ടിക്കണ്ട, അവനെ ഉപദ്രവിക്കണ്ട, അള്ളാഹ് എന്നെ നശിപ്പിക്കട്ടെ
എന്നിട്ട് പറയാണ് ഫഇന്നമാ ഹുവ ഇൻദക ദഖീലുൻ യൂശികു അൻ യുഫാരിഖക ഇലൈനാ, നിന്റെ അടുക്കൽ അവനൊരു സന്ദർശകനെ പോലെയാണ്, ഞങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതാണ്, അഥവാ നാളെ പരലോകത്തിലേക്ക് സ്വർഗത്തിലേക്ക് മടങ്ങി വരാൻ. ഇവിടെ ഹൗറിലീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മുഅ്മിനത്തുകൾ ദുനിയാവിൽ നമ്മൾ നമ്മുടെ ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനത്തുകളാണെങ്കിൽ ഹൗറിലീങ്ങളെക്കാൾ ഉന്നതമായ സ്ഥാനവും സൗന്ദര്യവും ഓരോ സ്ത്രീകൾക്കുമുണ്ട്, ഓരോ മുഅ്മിനത്തുകൾക്കുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ്, ഇസ്നാനി ലാ തുജാവിദു സ്വലാത്തുഹുമാ റൂസഹുമാ, രണ്ടു പേർ അവരുടെ നമസ്കാരം അവരുടെ തലക്ക് മേൽ ഉയരൂല, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. അബ്ദുൻ ആബിഖുൻ മിൻ മവാലിഹി ഹത്താ യർജിഅ ഇലൈഹിം, ഒരു അടിമ ആ യജമാനിൽ നിന്ന് ഓടിപ്പോവാണ്, അത് മടങ്ങുന്നത് വരെ. വംറഅത്തുൻ അസദ് സൗജഹാ ഹത്താ തർജ, ഒരു ഭാര്യ ഭർത്താവിനെ ധിക്കരിച്ച് അല്ലെങ്കിൽ അങ്ങനെ നിന്നു, അത് മടങ്ങി പഴയ പോലെ ആകുന്നത് വരെ അവരുടെ നമസ്കാരം സ്വീകരിക്കൂല. സഹോദരിമാർ, എത്ര ഗൗരവമാണ്! ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഓരോ സ്ത്രീയുടെയും ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസവും നാളെ പരലോകത്തെ കുറിച്ചുള്ള ഭയം ഉണ്ടാവണം. അത് ബോധ്യപ്പെട്ട ഒരാൾക്കാണ് ഇത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഒരുത്തന്റെ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തുള്ള അവസ്ഥ മനസ്സിലായ ഓരോ സ്ത്രീക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം കൽബിൽ ഉറച്ചിട്ടുള്ള ഓരോ സ്ത്രീക്കും ഭയപ്പെടാൻ, ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കാൻ ഈ ഹദീസ് തന്നെ ധാരാളമാണ്. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഭർത്താവിനെ ഈ അനുസരണക്കേടും ഭർത്താവിനെ ഉപദ്രവിക്കലും അതുപോലെയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇനി വിശദീകരിക്കുന്നതാണ്. അതിൽ 12ാമത്തെ വരുന്നത് അൽ ഇംതിനാഉ അല സൗജി ഇദാ ദഅാഹ ലിൽ ഫിറാഷ്. അതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഭർത്താവ് ഭാര്യയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ അത് തടയുക എന്നുള്ളത്, അഥവാ അതിൽ പോവാതിരിക്കുക എന്നുള്ളത്. സഹോദരിമാർ, ചില സ്ത്രീകൾ അവർ തന്റെ ഭർത്താവ് അവരുടെ ആവശ്യങ്ങൾക്ക്, അഥവാ അവരുടെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി കിടപ്പറയിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിലേക്ക് പോകാതെ അതിൽ നിന്ന് മാറുന്ന, അത് പല കാരണങ്ങൾ, അത് പല രീതിയിൽ പ്രകടിപ്പിച്ച് അതിനോടൊരു വെറുപ്പ് കാണിച്ച് താല്പര്യമില്ലായ്മ കാണിച്ച് ആ രീതിയിലൊക്കെ ഭർത്താവ് അതിനോട് ജിമാഇന് വേണ്ടി താല്പര്യം കാണിക്കുമ്പോൾ ഈ ഭാര്യമാർ ഒരു താല്പര്യവും കാണിക്കാത്ത, ഒരു അകൽച്ച കാണിക്കുന്ന അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന ലക്ഷ്യം നാം പറഞ്ഞിട്ടുണ്ട്. അത് പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്രത്തിയായി വെച്ചിട്ടുള്ള വികാരത്തിന്റെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് തന്നെ ആ ഭർത്താവിനോടുള്ള കടമകളിൽ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഒന്നാമത്തെ കടമ എന്നുള്ളത് അതാണ്. അത് ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ, അഥവാ ഭർത്താവിന്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കാൻ ഭാര്യ മാത്രമല്ല അനുവദീയമായിട്ടുള്ളൂ. അതിന് ഭാര്യ സമ്മതിക്കില്ല എങ്കിൽ അത് ഏറ്റവും വലിയ ദുൽമായിട്ട് മാറുന്നതാണ്. ഭർത്താവിനോടുള്ള കടമകളോടുള്ള ഒരുപാട് സ്ത്രീകൾ ഈ ഒരു അബദ്ധം, ഇതിനെക്കുറിച്ചുള്ള ജഹ്ലു കൊണ്ട് ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഇത് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം, ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് ഭർത്താക്കന്മാരുടെ അവസ്ഥകൾ പറയാം. ഒരു പുരുഷന്റെ അവസ്ഥ, പുരുഷന്മാർക്ക് സ്വാഭാവികമായിട്ടും ഇതിനോടുള്ള വികാരവും ആഗ്രഹവും വന്നു കഴിഞ്ഞാൽ അത് നടന്നിട്ടില്ല എങ്കിൽ, അഥവാ അതിന് തയ്യാറായിട്ട് അവർ നിന്ന് കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് നടന്നില്ല എങ്കിൽ അവരുടെ മനസ്സിന്റെ നിയന്ത്രണം അവരിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥയാണ്. അവര് അപ്പോൾ വളരെ വലിയ മാനസിക സംഘർഷം, നല്ല ദേഷ്യം വരും, അല്ലെങ്കിൽ വളരെയധികം വിഷമം, പലർക്കും പല പോലെയായിരിക്കും. അത് അവരെ പെട്ടെന്ന് ഹറാമുകളിലേക്ക് എത്തിക്കാവുന്ന അവസ്ഥ ഉണ്ടാകും. പെട്ടെന്ന് ഹറാമുകളിലേക്ക്, ഏതെങ്കിലും വേറെ ഹറാമുകൾ, അത് ഒരു അന്യസ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തിയായിട്ട് കാണുന്നതായിട്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്റെ വികാരോടെ പൂർത്തീകരിക്കാൻ അവർ പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുടെ മാനസികാവസ്ഥ മനസ്സിലാവണമെങ്കിൽ കുറച്ചു നേരം ഒരു സ്ത്രീ പുരുഷനാവണം, എന്നാലേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സഹോദരിമാർ, അവരുടെ ജീവിതത്തിൽ ഭർത്താവ് ആവശ്യക്കാരനാണ് ഈ വരുന്നതെങ്കിൽ ഭാര്യ ആ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം, ഇദാ ദഅ അർ-റജുലു ഇംറഅതഹു ഇലാ ഫിറാശി ഫഅബത് അൻ തജീഅ ലഅനത്ഹാ അൽ-മലായികതു ഹത്താ തുസ്ബിഹ്. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് വിളിച്ചു, ഭാര്യ വന്നില്ല, ഭാര്യ അതിനെ എതിർത്തു. മലക്കുകൾ പ്രഭാതമാകുന്നത് വരെ അവളെ ശപിച്ചുകൊണ്ടിരിക്കും.
ഈ ഹദീസിൽ നിന്ന് ഇമാം ഷൗഖാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് ഹത്താ തുസ്ബിഹ് എന്ന് പറഞ്ഞതുകൊണ്ട് രാത്രിയാണെങ്കിലാണ് ഈ ഒരു ശാപം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. പക്ഷെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം വല്ലദീ നഫ്സി ബിയദിഹി മാ മിൻ റജുലിൻ യദ്ഉ ഇംറഅതഹു ഇലാ ഫിറാശിഹാ ഫതഅബാ അലൈഹി ഇല്ലാ കാന അല്ലദീ ഫിസ് സമാഇ സാഖിതൻ അലൈഹാ ഹത്താ യർളഅ അൻഹാ. ഒരു പുരുഷൻ സ്ത്രീയെ വിളിച്ചിട്ട് ഇത് നേരത്തെ പോലെ എതിർത്തു. പരലോകത്ത് ആകാശലോകത്ത് അഥവാ മലായിക്കത്തുകളോ അവളെ ശപിക്കുന്ന, അവളോട് ദേഷ്യം വെച്ച് പുലർത്തുന്ന ഒരു ആളുണ്ടാകും എന്നുള്ളത്. അഥവാ അവളെ കുറിച്ച് അവൻ തൃപ്തിയാകുന്നത് വരെ. മറ്റൊരു ഹദീസിൽ കാണാം ഇദാ ദഅ റജുലു സൗജതഹു ലിഹാജതിഹി ഫൽതഅതിഹി വഇൻ കാനത് അലാ അത്തന്നൂർ. ഒരു സ്ത്രീ അടുപ്പിന്റെ എടുത്തായിരുന്നാലും, അടുപ്പിൽ ഒരു പണി, ചില ഹദീസുകളിൽ ഒട്ടകത്തിന്റെ പാല് കറക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഭർത്താവ് വിളിക്കുകയാണെങ്കിൽ അഥവാ ഭർത്താവിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വിളിക്കുകയാണെങ്കിൽ ആ സ്ത്രീ പോകട്ടെ എന്നുള്ളത്. സഹോദരങ്ങളെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. സഹോദരങ്ങളല്ല, സ്ത്രീകൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കേണ്ടതാണ്. കാരണം ആ നിങ്ങളിൽ നിന്ന് ലഭിക്കാത്ത, മറ്റാരിൽ നിന്നും ലഭിക്കാത്ത അവകാശം നിങ്ങൾ തടഞ്ഞാൽ അവരെത്തുന്നത് പിന്നെ ഹറാമിലേക്കായിരിക്കും. അവർക്കപ്പം നിയന്ത്രിക്കാൻ, പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇത് സഹോദരിമാർ മനസ്സിലാക്കുക തന്നെ വേണം. എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഭർത്താവിന്റെ ഈ ആവശ്യം പൂർത്തീകരിക്കാൻ അവർ തയ്യാറാവുകയും വേണം. ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേ സമയത്ത് ഭർത്താക്കന്മാരോട് പറയുകയാണ്, സ്ത്രീകൾക്ക് ചിലപ്പോ രോഗമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, കൂടുതൽ ജോലിഭാരമുള്ളപ്പോൾ ക്ഷീണമുണ്ടായിരിക്കാം. ഈ അവസ്ഥയിൽ ഭർത്താക്കന്മാർ ക്ഷമ അവലംബിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഒരു പുരുഷൻ ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ച് ദൂരയാത്ര കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഈ ഒരു ആവശ്യം പറഞ്ഞാൽ പുരുഷന് സാധിക്കാത്തതുപോലെ ഭാര്യമാർക്കും അതുപോലെ അവസ്ഥകളുണ്ടാവും. അത് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. പക്ഷെ സ്ത്രീകളുടെ മേലെ ഒരു വ്യക്തമായ, അള്ളാഹ്ക്കറിയാം നിങ്ങൾ പറയുന്ന കാര്യം സുഖത്തോടുകൂടിയാണോ, വ്യക്തമായ ഒരു കാരണമില്ലാതെ ഇത് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് തടയാൻ പാടില്ല എന്നുള്ളത്. ഇനി 13-ാമത്തേത് അത്തഖ്സീറു ഫീ ഖിദ്മത്തി സൗജ്, ഭർത്താക്കന്മാരോട് ചെയ്യുന്ന ഖിദ്മത്തിലുള്ള കുറവ്. ഭർത്താക്കന്മാർ ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ സേവനങ്ങൾ, അതിലുള്ള കുറവ്. ചില ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചെയ്യുന്ന ഖിദ്മത്തുകളിൽ വളരെ വലിയ കുറവ് വരുത്തുന്നത് കാണാൻ സാധിക്കും. അതായത് അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നതിൽ, അവർക്ക് വേണ്ടി അതുപോലെ അവരുടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നതിൽ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ, മക്കളെ വളർത്തുന്നതിൽ, അതുപോലെയുള്ള കാര്യങ്ങൾ, അതിഥികളെ സൽക്കരിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുക്കുന്നതിൽ ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുക. അവരെ വസ്ത്രം സ്ഥിരമായിട്ട് ഈ വാഷിംഗ് ചെയ്യുന്ന ആളുകളിലേക്ക് കൊടുക്കുന്ന അവസ്ഥ, ഏതെങ്കിലും അതിഥികളെ സൽക്കരിക്കണമെങ്കിൽ എപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങേണ്ട അവസ്ഥ, വീട് വൃത്തിയാക്കാൻ ഒരു വൃത്തിയുമില്ലാത്ത അവസ്ഥ. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഓരോ ഭർത്താക്കന്മാരെ കാണാം. എപ്പോഴെങ്കിലും ഒരു ആവശ്യത്തിന് ബുദ്ധിമുട്ട്, കുറെ ജോലി ബുദ്ധിമുട്ട് ഭാരമാവുമ്പോൾ അവസ്ഥയല്ല. ചില ഭാര്യമാർ എപ്പോഴും വീട്ടിൽ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരണം, എനിക്ക് ഉണ്ടാക്കാൻ വയ്യ, എനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാൻ അലങ്കോലമായിട്ടിടുന്ന അവസ്ഥ. അങ്ങനെ ഒരു ശ്രദ്ധയുമില്ലാത്ത ചില ഭാര്യമാർ, ഭർത്താവിന് വേണ്ടി ഒരു ഖിദ്മത്തും ചെയ്യാൻ തയ്യാറാവാത്ത, മക്കളെ വളർത്തുന്നതിൽ ഒരു ശ്രദ്ധയുമില്ലാത്ത, അങ്ങനെ പല രീതിയിൽ നിൽക്കുന്ന ചില ഭാര്യമാരെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹുസൈൻ ഇബ്നു മുഹ്സിൻ റളിയല്ലാഹു അൻഹയുടെ അമ്മത്ത്, പിതൃ സഹോദരി, റസൂലുള്ളാഹിയോട് ഒരു കാര്യം ചോദിക്കാൻ വന്നു. അങ്ങനെ ആ സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അദാതു ബഅലിൻ അല്ലെങ്കിൽ അദാതു സൗജിൻ അൻതി, നിനക്ക് ഭർത്താവുണ്ടോ? അപ്പൊ സ്ത്രീ പറഞ്ഞു നഅം. അപ്പൊ ചോദിച്ചു കൈഫ അൻതി ലഹു, അവന് നീ എങ്ങനെയാണ് ചോദിച്ചു. അപ്പൊ സ്ത്രീ പറഞ്ഞു ഖാലത് മാ ആലൂഹു ഇല്ലാ മാ അജിസ്തു അൻ, ഞാൻ ഭർത്താവിന് വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് വയ്യാതാവുമ്പോ, എനിക്ക് ദുർബലമാകുമ്പോ അല്ലാതെ ബാക്കിയൊക്കെ ഭർത്താവിനോടുള്ള കടമ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇനി അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, സഹോദരിമാരെ, ഈമാനുള്ളവരെ, നിങ്ങൾ ഹൃദയത്തിൽ ഇത് കുറിച്ചു വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫംദുരി ഐന അൻതി മിൻഹു ഇന്നമാ ഹുവ ജന്നതുകി വനാറുകി, നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എങ്ങനെയാണ് അവരോട് എന്നുള്ളത്, ഭർത്താക്കന്മാരോട് എങ്ങനെയാണെന്നുള്ളത്. കാരണം നിങ്ങളുടെ സ്വർഗവും നിങ്ങളുടെ നരകവും അവനാണ് എന്നുള്ളത്, നിങ്ങളുടെ ഭർത്താവാണ് എന്നുള്ളത്.
എത്ര വലിയ ഒരു സ്ത്രീ, ഒരു ഭാര്യ എത്ര ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ് അവരുടെ ഹൃദയത്തിൽ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീക്ക് ഭർത്താവിനോടുള്ള ഹക്ക്, പുരുഷന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ മൊത്തം രക്തവും ചലവും പൊട്ടിയൊലിക്കുന്ന ഒരു മുറിയുണ്ടാവുകയും സ്ത്രീ തന്റെ നാവുകൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കുകയും ചെയ്താൽ പോലും ഭർത്താവിനോടുള്ള ഹക്ക് വീട്ടിൽ തീരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസാണ് ഭർത്താവിനോടുള്ള ഹക്ക് അവിടെ വീട്ടിൽ തീരുന്നില്ല എന്നുള്ളത്. ഇവിടെ ഓരോരുത്തരോടുള്ള ഹക്ക് തീരുമാനിച്ചു തരുന്നത്. ഇപ്പൊ ചില സ്ത്രീകൾക്ക് തോന്നാം, ഇതെന്തിനാ ഇപ്പൊ ഇത്ര വലിയ ഹക്ക് ഭർത്താവിനോടുള്ളത്? ഹക്ക് തീരുമാനിക്കുന്നതും വെക്കുന്നതും ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഉമ്മാനോട് ഉപ്പാനോട് നമുക്ക് ഹക്ക് പറഞ്ഞിട്ടുണ്ട്, അത് അള്ളയാണ്. ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന അനുസരിച്ച്. കാരണം നമ്മളിവിടെ ജീവിക്കുന്നത് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനാണ്. എത്രയോ ആളുകൾ മാതാപിതാക്കൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ മരണപ്പെട്ട് അവർക്ക് മാതാപിതാക്കളോടുള്ള ഹക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മാതാപിതാക്കളില്ല. ചില ആളുകൾ വിവാഹം കഴിഞ്ഞ് മക്കൾ ഉണ്ടാവുന്നില്ല, മക്കളോടുള്ള ഹക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് വിവാഹം നടക്കുന്നില്ല. അങ്ങനെ പല അവസ്ഥകളുണ്ടാവും. എന്നാൽ നമുക്ക് ലഭിച്ച ബന്ധങ്ങളിൽ ഹക്ക്, അത് അല്ലാഹുവും റസൂലും എന്ത് പറഞ്ഞോ അത് ജീവിതത്തിൽ പകർത്തുക വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മറ്റൊരു ഹദീസ്, സഹോദരിമാർ ചിന്തിക്കേണ്ട ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. റസൂലിന് സുജൂദ് ചെയ്യട്ടെ എന്ന് സഹാബാക്കൾ വന്ന് ചോദിച്ചു. മറ്റുള്ള നാടുകളിലൊക്കെ രാജാക്കന്മാർക്ക് അവിടുത്തെ ആളുകളൊക്കെ സുജൂദ് ചെയ്യാണ്. അപ്പൊ റസൂലിന് ഞങ്ങൾ സുജൂദ് ചെയ്യട്ടെ എന്നുള്ള അവസ്ഥ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരോടെങ്കിലും ഞാൻ വേറൊരാൾക്കൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എങ്കിൽ അതൊരു സ്ത്രീയോട് അവളുടെ ഭർത്താവിനോട് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അതിനുവേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഗൗരവത്തിൽ അതിനുള്ള ദലീലുകളാണ് നാം ഈ പറഞ്ഞത് ഓരോന്നും. ഒരു സ്ത്രീ നാളെ ഭർത്താവിന്റെ കുടുംബത്തെയും മക്കളെയും, അത് ഭർത്താവിന്റെ വീടിനെയും മക്കളെയും സംബന്ധിച്ച് നാളെ പരലോകത്ത് ചോദിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഇതിന്റെ ഹുക്മ്, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുന്നതിന്റെ ഹുക്മ്, ചില ഉലമാക്കൾ പറഞ്ഞു അത് നിർബന്ധമല്ല, അത് നിർബന്ധമുള്ള കാര്യമല്ല എന്നുള്ളത്. പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ തജിബുൽ ഖിദ്മ എന്നുള്ളത് വഹാദൽ ഖൗലു ദഈഫുൻ കദഈഫി മൻ ഖാല ലാ തജിബു അലൈഹി അൽ അശ്റത വൽ വത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ലൊരു ബന്ധമോ ലൈംഗിക ബന്ധം പോലും വേണ്ട എന്ന് പറയുന്ന പോലെ ദഈഫായ ഒരു അഭിപ്രായമാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഖിദ്മത്ത് ചെയ്യൽ നിർബന്ധമല്ല എന്നുള്ളത്. എന്നാൽ ശരിയായ അഭിപ്രായം വുജൂബുൽ ഖിദ്മ, ഖിദ്മത്ത് ചെയ്യൽ നിർബന്ധമാണ്. കാരണം ഭാര്യയുടെ യജമാനനാണ് ഭർത്താവ് എന്നുള്ളത്, അതുകൊണ്ട് തന്നെ നിർബന്ധമായി പാലിക്കുക എന്നുള്ളത്. ഇനി ആ ഖിദ്മത്ത് അത് ഉർഫ് അനുസരിച്ചിട്ടാണ്. അതായത് ഒരു നാടിന്റെ എന്താണോ ഒരു മര്യാദമായ നിലക്കുള്ള ഖിദ്മത്ത് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടണം, കഷ്ടപ്പെടണം എന്നുള്ളതല്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, പറഞ്ഞു വരുന്നത് അരിജാല് ഖവ്വാമൂന അലൻ നിസാ, അത് പറഞ്ഞല്ലോ സ്ത്രീകളുടെ മേലെ ഖവ്വാമത്തുള്ളത് പുരുഷന്മാർക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവി നാളെ സ്വർഗത്തിലെ സ്ത്രീകളുടെ സയ്യിദത്താണ്, നേതാവാണ്. മറിയം ബിൻത് ഇമ്രാൻ ഒഴികെ, മറിയം ബീവി ഒഴികെ ബാക്കി എല്ലാ സ്ത്രീകളെയും നേതാവാണ്. ആ ഫാത്തിമ ബീവി അലൈഹിസ്സലാം ഭർത്താവിന്റെ വീട്ടുജോലികൾ ചെയ്ത് ബുദ്ധിമുട്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലിക്കാരനെ കിട്ടുമോ ചോദിച്ചു വരുന്നത്. അതേ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ സഹോദരി, സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നതിൽ കഷ്ടപ്പെട്ട് തലയിൽ ചുമടേറ്റി നടക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, അഷ്റഫു നിസാ റളിയല്ലാഹു അൻഹ അഷ്റഫു നിസാഇൽ ആലമീൻ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫഹാദിഹി അഷ്റഫു നിസാഇൽ ആലമീൻ കാനത് തഖ്ദമു സൗജഹാ. സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഫാത്തിമ ബീവി ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് ഖിദ്മത്ത് ചെയ്ത് ബുദ്ധിമുട്ട് റസൂലുള്ളാഹിനോട് പറയുമ്പോ ഭർത്താവിനോട് ഖിദ്മത്ത് കണക്കൊന്നുമില്ല, ചെയ്യേണ്ടെന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീക്കും ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് അത് വാജിബാണ് ബിൽ മഅറൂഫ്, ഉർഫ് അനുസരിച്ചിട്ട് ഏറ്റവും മാന്യമായ രീതിയിൽ ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്. ഇതേ സമയത്ത് ഭർത്താക്കന്മാരോട് പറഞ്ഞ അതേ വിഷയം ഒന്നുകൂടി പറയാണ്, ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് പൂർണ്ണ കടമയും ജോലിയും ചെയ്യുന്ന വെറുതെ ഇരിക്കേണ്ടവരല്ല. ഭാര്യമാരെ സഹായിക്കാൻ കഴിയുന്ന മേഖലയിൽ സഹായിക്കുകയും
അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുക. നാം ആ വിഷയം പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എന്തായിരുന്നു ചെയ്യാറ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഭാര്യമാരെ സഹായിക്കും, വീട്ടിലെ ജോലികൾ. ചില ഹദീസുകൾ റസൂലുള്ളാഹിന്റെ വസ്ത്രം റസൂലുള്ള അലക്കും, അതുപോലെ ആടിനെ കറക്കും, അതുപോലെയുള്ള മനുഷ്യർ ചെയ്യുന്ന സഹായങ്ങൾ, പാത്രങ്ങൾ കഴുകുന്ന, അതുപോലെ ഓരോ സഹായങ്ങൾ ഭാര്യയ്ക്ക് കൂടുതൽ ജോലി വരുമ്പോൾ ഭർത്താക്കന്മാർ സഹായിക്കുകയും വേണം എന്നുള്ളത്. ഇനി 14-ാമത്തെ ഇദ്ഖാലു മൻ ലാ യഅ്ദനു الزوج بدخوله في البيت. ഭർത്താവ് അനുവദിക്കാത്ത ഒരാളെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത്, അഥവാ അനുവാദം കൊടുക്കുക. ഭർത്താവ് അനുവദിക്കാത്ത ഭാര്യയും ഭർത്താവിന്റെ വീടുണ്ടാവുമല്ലോ, ഭർത്താവിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ഇത് വളരെ ഗൗരവത്തിൽ, പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് തീരെ അറിവില്ല. പല സ്ത്രീകൾക്കും ഭർത്താവിന് ഇഷ്ടമില്ലാത്ത, ഭർത്താവിന് താല്പര്യമില്ലാത്ത, ഭർത്താവ് വെറുക്കുന്ന ആളുകളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. അതാരായാലും, സ്വന്തം വാപ്പയായാലും, ഭാര്യയുടെ ഉപ്പയായാലും, സഹോദരനാണെങ്കിലും, ഉമ്മയാണെങ്കിലും, സഹോദരിമാരാണെങ്കിലും, അയൽവാസിയാണെങ്കിലും, അന്യപുരുഷനാണെങ്കിലും, അന്യസ്ത്രീയാണെങ്കിലും, ഭർത്താവിന്റെ അനുവാദമില്ലാതെ, അഥവാ ഭർത്താവിന് വെറുക്കുന്ന ഒരാളെ പ്രവേശിപ്പിക്കാൻ പാടില്ല വീട്ടിനകത്തേക്ക്. ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട. ഇതിന്റെ അർത്ഥം എല്ലാവരും വരുമ്പോ ഭർത്താവിനെ വിളിച്ചു ചോദിക്കണം എന്നല്ല. ഒരു മനസ്സിലാവലുണ്ടല്ലോ, ഇന്ന ആള് വന്നാ ഭർത്താവിന് ഇഷ്ടമല്ല, ഇന്ന ആള് ഇഷ്ടമല്ല, അങ്ങനെ ഒരു മനസ്സിലാവൽ, അത് പരിഗണിച്ചാൽ മതി. എല്ലാവരും വരുമ്പോ ഇങ്ങനെ ഭർത്താവിന് അനുവാദം ചോദിച്ചിട്ടേ കേറ്റുള്ളൂ എന്ന് പറയണം എന്നല്ല ഇതിന്റെ ഉദ്ദേശം. ഭർത്താവ് കുഴപ്പമില്ലാത്ത ആളുകളെ കയറ്റാം. ഇത് വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണിത് എന്നുള്ളത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലക്കും അലൈഹിന്ന അല്ലാ യുതിഅന ഫുർശക്കും അഹദൻ തക്റഹൂന. ഭർത്താവ് വെറുക്കുന്ന ഒരാളെ തന്റെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കൽ സ്ത്രീകളുടെ മേൽ ചെയ്യേണ്ട കാര്യമാണ്, സ്ത്രീകൾ ചെയ്യുന്ന കാര്യമാണ്. വൈൻ ഫഅൽന ദാലിക ഫദ്രിബുഹുന്ന വർബൻ ഗൈറ മുബരിഹ്. അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേദനിപ്പിക്കാത്ത രീതിയിൽ അവരെ അടിക്കുക എന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാരോട് പ്രത്യേകം ഇത് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ള ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഏതൊരാളും അനുവാദം കൊടുക്കാത്ത ഏതൊരാളും, അത് മഹാരിമായാലും അഥവാ കുടുംബബന്ധമുള്ള ഉപ്പയാവട്ടെ, സഹോദരനാവട്ടെ, ഉമ്മയാവട്ടെ, സ്ത്രീയോ പുരുഷനോ ആരുമാവട്ടെ, അവരെ ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഫുഖഹാക്കൾ ഈ മസ്അലയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. നാം പറഞ്ഞതുപോലെ ഒരു ബോധ്യം ഉണ്ടായാൽ മതി, ഭർത്താവിന് കുഴപ്പമില്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായാൽ മതി. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിൽ മർഅതി അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി വലാ തഅ്ദന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി. ഒരു സ്ത്രീക്കും അനുവദനീയമല്ല തന്റെ ഭർത്താവും ഈ സ്ത്രീയും ഒരു നാട്ടിലായിരിക്കെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ നോമ്പ് നോൽക്കലും, അതുപോലെ തന്നെ ഭർത്താവിന്റെ അനുവാദമില്ലാത്ത ഒരാളെ ആ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതും. അപ്പോ ഈ വിഷയം സ്ത്രീകൾ നമ്മൾ ആലോചിക്കുക, ഭർത്താവിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ചയോ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയോ എന്തെങ്കിലും ഒരു വെറുപ്പോ ഉള്ള ഒരാളാണെങ്കിൽ അവരെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്ന സ്ത്രീകളുടെ പേര് ബാധ്യതയാണെങ്കിൽ, അത് സ്വന്തം അടുത്ത ആളുകളാണെങ്കിലും. ഇനി ഭർത്താവിന് പൊതുവെ കുഴപ്പമില്ലാത്തതാണെങ്കിൽ അത് പ്രവേശിപ്പിക്കാവുന്നതാണ്. നാം പറഞ്ഞല്ലോ, ഓരോന്നിനും ഭർത്താവിനെ വിളിച്ചു ചോദിക്കണം എന്നല്ല, ഒരു ബോധ്യം, ഒരു ലന്ന് ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി 15-ാമത്തെ അൽ ഖുറൂജു മിനൽ മൻസിലി ദൂന ഇദ്നി സൗജ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് ഇന്നത്തെ കാലത്ത് പല സഹോദരിമാർക്കും ഇതൊന്നും അറിയുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോ എന്തിനൊരു ഭർത്താവിന് സമ്മതം എന്നല്ല. ഞാൻ അപ്പുറത്ത് ഒരു കടയിൽ പോയല്ലേ, അല്ലെങ്കിൽ അപ്പുറത്ത് മീൻകാരൻ വന്നപ്പോ മീൻ വാങ്ങാൻ പോവല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോവല്ലേ, അതൊക്കെ അത്ര വലിയ കാര്യമല്ല എന്നുള്ള നിലക്കാണ് അവർ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ചപ്പുറത്തുള്ള ഒരു കുടുംബക്കാരുടെ വീട്ടിലേക്കാണെങ്കിൽ കുറച്ചപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും വീട്ടിൽ, കൂട്ടുകാരികളുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ കടയിലേക്ക്, അങ്ങാടിയിലേക്ക്, അതുപോലെയുള്ള ഏതെങ്കിലും അവസ്ഥയിലേക്ക് നാം പോവുകയാണെങ്കിൽ അത് ഭർത്താവിന്റെ അനുവാദത്തോടു കൂടിയായിരിക്കണം. ഇത് ഭർത്താവിനോടുള്ള അനുസരണക്കേടിലും ഭർത്താവിനോടുള്ള ആ ഉപദ്രവത്തിലും പെട്ട ഒരു കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ കാണാൻ പോവുകയാണെങ്കിലും, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹിയുടെ അടുത്തൊരു സ്ത്രീ തന്റെ ഉമ്മ രോഗിയാണ് എന്ന് പറഞ്ഞപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ പറയുകയാണ്, തഅതു സൗജിഹാ ഔജബു അലൈഹാ മിൻ ഉമ്മിഹാ ഇല്ലാ അയ്യദന ലഹാ. ഭർത്താവിനോടുള്ള അനുസരണമാണ്
സ്വന്തം ഉമ്മയോടുള്ളതിനേക്കാൾ നിർബന്ധമായിട്ടുള്ളത് ഭർത്താവ് അനുവദിച്ചില്ല എങ്കിൽ, അഥവാ ഭർത്താവ് അനുവദിക്കണം. ഇത് പുരുഷന്മാരോട് ശ്രദ്ധിക്കേണ്ട വിഷയം. ഇബ്നു ഖുദാമ റഹിമഹുല്ല ഇത് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീക്ക് ഭർത്താവിന്റെ അനുവാദമില്ലാതെ പോകാൻ പറ്റില്ല എങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം വലാകിൻ ലാ യംബഗി മനഅഹാ മിൻ ഇയാദതി വാലിദൈഹാ വസിയാറതിഹിമാ. ഇതിന്റെ ഉദ്ദേശം ഭർത്താവിന് തടയാമെന്ന്, അതായത് മാതാപിതാക്കളെ കാണാൻ പോയത് തടയണം എന്നുള്ളതല്ല. അത് വളരെ ഉപദ്രവിക്കലാണ്. അവർക്ക് അനുവദിക്കണം, കാരണം അവരുടെ ഉമ്മയും ഉപ്പയുമാണ്. അവർക്കുള്ള എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുക്കണം. പക്ഷേ അതിനേക്കാൾ വലുതാണ് ഭർത്താവിനോടുള്ള കടമകൾ. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടുകയുള്ളൂ. ചില സ്ത്രീകൾ വിചാരിക്കും, സ്ത്രീകൾ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അതായത് സ്ത്രീകള് എനിക്ക് വേറൊരു പ്രശ്നമൊന്നും ഉണ്ടാവൂല, എനിക്കൊരു ഫിത്ന ഉണ്ടാവൂല എന്ന് വിചാരിക്കും. പക്ഷെ ആ സ്ത്രീ മറ്റുള്ളവർക്കൊരു ഫിത്നയാവും, ആ സ്ത്രീ മറ്റുള്ള പുരുഷന്മാർക്കൊരു ഫിത്നയാവും. എന്ത് മനോഹരമാണ് ഇസ്ലാം! ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമാണ്, സ്ത്രീകൾ ഒരു പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇതാവാണ്, സ്ത്രീകൾ പുരുഷന്മാരെ പോലെ റോഡിൽ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടുവിലൂടെ നടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുക, അങ്ങനെയല്ല. വഴിയിൽ തന്നെ ഏറ്റവും ചേർന്ന് ഓരത്തുകൂടി സഹാബി വനിതകൾ നടക്കുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ ഈ സൈഡിലുള്ള മുള്ളിൽ അതുപോലെയുള്ള കോരി വലിക്കുമാർ, അഥവാ അത്രത്തോളം ചേർന്ന് ഒരു അടക്കത്തിലും ഒതുക്കത്തിലുമാണ് പോകേണ്ടത്. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥയാണ്. നാട് മുഴുവൻ മുസ്ലിം സ്ത്രീകളുടെയും ഒക്കെ ചിത്രം പതിച്ച് അവർ രാജ്യത്തിന്റെ ഭരണം നേടിയെടുക്കാൻ വേണ്ടി പൊതുസ്ഥലത്ത് ഇറങ്ങി നടക്കുന്ന അവസ്ഥ. എത്ര അപകടകരമാണ് നമ്മുടെ ഉമ്മത്തിന്റെ ഇന്നത്തെ കാലത്തെ അവസ്ഥ. അല്ലാഹുൽ മുസ്തആൻ, അഊദു ബില്ലാഹ്. അല്ലാഹു തആല നമ്മുടെയും നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്രയധികം സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട, അവരെ അത്രയധികം പരിഗണിച്ചിട്ടുള്ള ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅതു ഔറത്ത്, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ഔറത്താണ്. ഫഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്താൻ, അവൾ പുറത്തേക്കിറങ്ങിയ ശൈത്താൻ അവളിൽ കൂടുതൽ അലങ്കാരം കാണിക്കും. മറ്റുള്ളവർക്ക് കാണാൻ, മറ്റുള്ളവർ നോക്കുമ്പോ കൂടുതൽ ആകർഷിപ്പിക്കുന്ന രീതിയിൽ അവർ കാണിച്ചു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വഖർന, നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയുക. മറ്റൊരർത്ഥത്തിൽ വഖാറോടുകൂടി കഴിയുക, ഗാംഭീര്യത്തോടുകൂടി നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുക. നിങ്ങൾ ജാഹിലിയ കാലത്ത് പെണ്ണുങ്ങൾ നടന്നിരുന്നത് പോലെ തബറുജ്, പെണ്ണുങ്ങളുടെ ശരീരം കാണിച്ച് സൗന്ദര്യം കാണിച്ച് നടക്കുന്ന ഒരു അവസ്ഥകളിൽ ഉണ്ടാവരുത്. എന്തൊരു അപകടമാണ് നമ്മുടെ ഇന്ന കാലത്തെ അവസ്ഥ. നമ്മൾ ഓരോരുത്തരും കാണുന്നതല്ലേ. നമ്മളൊരു യാത്രക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫിത്നയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാത്ത മുസ്ലിം ഉമ്മത്തിനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിന്റെ ഫിത്നയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ദജ്ജാൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ദജ്ജാലിന്റോടൊപ്പം പോവുക സ്ത്രീകളായിരിക്കും. ഓരോ പുരുഷന്മാരും തന്റെ ഭാര്യമാരെയും ഉമ്മമാരെയും സഹോദരിമാരെയും എല്ലാം കെട്ടിയിടുന്നവരവസ്ഥ ഉണ്ടാകുമെന്ന്. ഇന്ന കാലത്ത് അതിന്റെ ഒരു തുടക്കം മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാലിന്റെ ഒരു ഭാഗം തന്നെയാണ് നാം കാണുന്നത്. ഇനിയിപ്പോ കഴിഞ്ഞ 4-5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഏത് തരത്തിലുള്ള ചിത്രങ്ങളായിരിക്കും നാം കാണേണ്ടി വരിക എന്ന് ചിലപ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രയധികം മ്ലേച്ഛകരമായ ചിത്രങ്ങളായിരിക്കും ഇനിയിപ്പോ 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇതുപോലെയുള്ള ഒരു സമ്പ്രദായം വരുമ്പോ നമ്മൾ കാണേണ്ടി വരിക. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനാത്തുകളോട് നമുക്ക് പറയാനുള്ളത്, സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള വില, നിങ്ങൾക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള മഹത്വം, സംരക്ഷണം ഇസ്ലാമിന്റെ നിയമത്തിലൂടെ വീടിനകത്താണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സംരക്ഷണം. നിങ്ങളുടെ ദീനിനും ദുനിയാവിനും പരലോകത്തിനും എല്ലാം വീടിനകത്ത് മക്കളോടുള്ള കടമകൾ, ഭർത്താവിനോടുള്ള ബാധ്യതകൾ, ഇത് നിർവഹിച്ചുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായതും മഹത്തരമായതും. ഇന്ന് കാലത്ത് സ്ത്രീകൾക്ക് ജോലി എന്നുള്ളത്, ഇന്ന് കാലത്ത് ഒരു പുരുഷൻ വിവാഹം കഴിച്ച അടുത്ത ചോദ്യം എന്താ അവളുടെ ജോലി, എന്ത് ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാ. എന്ത് ജോലി എന്നുള്ളതാ. ഇത് വളരെ വലിയ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒരു കെണിയാണ്. ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പുരുഷന്മാരുടെ അളവ് വല്ലാതെ കുറഞ്ഞു. ആ സമയത്ത് അവർക്ക് അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ കൂടുതൽ ജോലിക്കാരെ ആവശ്യമുണ്ട്, ഹ്യൂമൻ റിസോഴ്സ്. ആ ആവശ്യത്തിൽ ആ സമയത്ത് അവർ സ്ത്രീകളെ പുറത്തിറക്കി. അതേ കാലത്ത് അറബ് രാജ്യങ്ങളിൽ ഒരാവശ്യമില്ല സ്ത്രീകൾ ആ സമയത്ത് അറബ് രാജ്യങ്ങളിൽ ജോലിക്ക് ഇറങ്ങേണ്ടത്. എന്നാൽ ആ ഒരു ട്രെൻഡ്, സ്ത്രീകളും ജോലിക്ക് പോവുക എന്നുള്ളത് അറബ് രാജ്യങ്ങളിൽ അവർ കൊണ്ടുവന്നു.
അതിന്റെ അനന്തരഫലം പിന്നീട് സ്ത്രീകൾക്ക് ഈ പ്രൊഫഷണൽ ഡിഗ്രി പുരുഷന്മാരെ പോലെ ജോലിക്ക് വേണം വന്നു. അങ്ങനെ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥ ഉണ്ടാക്കി. അങ്ങനെ വളർത്തി കൊണ്ടുവന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ അധിക പേരും അധിക സ്ഥലങ്ങളിലും സ്ത്രീകൾ ജോലി ചെയ്യുന്ന അവസ്ഥയിലെത്തി. സ്ത്രീകൾ ജോലി ചെയ്യുന്ന അവസ്ഥ. എത്രയോ നല്ല വരുമാനമുള്ള എത്രയോ ഭർത്താക്കന്മാരുടെ ഭാര്യമാർ തുച്ഛമായ വരുമാനത്തിന് എനിക്കൊരു ജോലിയുണ്ട് എന്ന് പറയാൻ വേണ്ടി ജോലിക്ക് പോകുന്ന അവസ്ഥയുണ്ട്. സഹോദരിമാരെ, ഞാൻ ഈ പറയുന്നത് എല്ലാം കച്ചവടമാക്കിയ ഒരു സമൂഹത്തിലാണെന്ന് എനിക്കറിയാം. ഞാൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് ഇത് പറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള നിലക്കല്ല ഈ പറയുന്നത്. ഇപ്പൊ എല്ലാം കച്ചവടമാണ്. വിദ്യാഭ്യാസം കച്ചവടം, ചികിത്സ കച്ചവടം, ഒക്കെ കച്ചവടം, മതം കച്ചവടം. അങ്ങനത്തെ ഒരു നാട്ടിൽ